ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒരു 14 അംഗ സംഘം ബ്രിട്ടനിൽ നിന്ന് നാളെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തും. ഈ നാട്ടില് കാറിൽ ലോറി ഓട്ടുന്ന ഡ്രൈവർമാരും പാടും കിട്ടും. പക്ഷേ നമ്മളെ ആ വകുപ്പല്ല, നമ്മളെ കുറച്ച് കാത്തിരിക്കേണ്ടൊക്കെ വരും. വിമാനം നിലവിൽ 19 ദിവസം കഴിഞ്ഞിട്ടും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഡൊമസ്റ്റിക് ബെയിലാണ്. അത് അവിടെ നിന്നും ഡൊമസ്റ്റിക് ബെയിൽ നിന്നും ഈ യുദ്ധവിമാനം F-35 ഹാങ്ങറിലേക്ക് മാറ്റിയ ശേഷം വിദഗ്ധ സംഘം അത് പരിശോധിക്കും. ഒപ്പം തന്നെ അത് ബ്രിട്ടനിലെ എയർഫോഴ്സ് സംഘം മാത്രമല്ല, എയർഫോഴ്സിലെ ടെക്നീഷ്യൻസ്മാർ മാത്രമല്ല, ഈ F-35 നിർമ്മിച്ച നിർമ്മാണ കമ്പനിയിലെ ടെക്നീഷ്യന്മാർ കൂടി എത്തുന്നു. ഗിയർ ബോക്സിന്റെ അകത്ത് പല എലിയോ പെരിച്ചായോ ഒന്നും കുടുങ്ങി കിടക്കുന്നുണ്ടോന്ന് നമുക്കൊന്ന് നോക്കേ. ഈ വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ പറ്റുമെന്ന് കരുതുന്നില്ലെന്നാണ് നിലവിൽ ആദ്യഘട്ടത്തിലെ പരിശോധനയിൽ നിന്നും മനസ്സിലാക്കുന്നത്. അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. പാർലമെന്റിൽ വലിയ ചർച്ചയായ സ്ഥിതിക്കാണ് ആ നിർമ്മാണ കമ്പനിയിലെ ടെക്നീഷ്യന്മാരടക്കം തന്നെ ഈ നേരിട്ട് ഇവിടെ എത്തിയത് പരിശോധിക്കാനുള്ള സാധ്യത നോക്കുന്നത്. പക്ഷേ ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന് മുഴുവനായി F-35 വിമാനം എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു ആനയെ കൊണ്ട് വലിപ്പിച്ചാലോ? ആനയെ കൊണ്ട് വലിപ്പിച്ചാലോ? ഈ ആനയെ സംഭവം അതേ നടക്കൂ. ഞാൻ പോയി ആനയെ സംഘടിപ്പിച്ചോണ്ട് വരാം. അല്ല കൺട്രോൾ കൺട്രോൾ. ഇത് ഇവിടുന്ന് കൊണ്ടുപോയില്ലേന്ന് കൊണ്ടുപോയെങ്കിൽ ഇതെങ്ങനെ ഇവിടെ കിടക്കൂ? കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിലേ ഇവിടെ തന്നെ ഒരു കുഴി കുഴിച്ച് സംസ്കരിച്ചേക്കും. അസ്ഥി നമുക്ക് ഭാരതപ്പുഴയെ കൊണ്ടുപോയി ഒഴുക്കാം.